നമുക്കിന്ന് ഒരു ചെറിയ ട്രിക്ക് പഠിക്കാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ 51, അതായത് ഏതൊരു നമ്പറിനെയും 51 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ. അപ്പോൾ നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ നമുക്കിപ്പോൾ ഈവൻ നമ്പേഴ്സും കാണും, ഓഡ് നമ്പേഴ്സും കാണും അല്ലേ. അപ്പോൾ ഈവനും ഓഡുമായിട്ട് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഈവൻ നമ്പേഴ്സിനെ ഒരു 51 കൊണ്ട് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം ഫോർ എക്സാമ്പിൾ നമുക്കൊരു 250 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ 250 മൾട്ടിപ്ലൈഡ് ബൈ 51. അപ്പോൾ എങ്ങനെയാണ് എളുപ്പം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ 250 എന്ന് പറയുന്ന നമ്പറിൻ്റെ നേരെ ഹാഫ് എടുക്കുക, അതായത് 125. അതല്ലേ 250ൻ്റെ നേരെ പകുതി എന്ന് പറയുന്നത് 125. അതിൻ്റെ കൂടെ 2 സീറോസ് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതേ നമ്പർ താഴെ എഴുതി കൊടുത്താൽ മതി, 250. ഈ നമ്പർ സെയിം. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നമ്പറിൻ്റെ നേരെ ഹാഫ് എടുക്കുക, 2 സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതേ നമ്പറിനെ താഴെ എഴുതി കൊടുക്കുക. നമുക്ക് ആഡ് ചെയ്യാം. 50721. ഇതാണ് നമ്മുടെ ആൻസർ. 1250 ഇൻറ്റു 51 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 12750. ഇത് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം 25നെ 51 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 0 നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാം. 5, 2, 25, ബാലൻസ് 2, 5 ഇൻറ്റു 2 10, 10 പ്ലസ് 2 12. അപ്പോൾ 7, 5, 1, 2. പിന്നെ ഇവിടെ ഒരു 0 പെൻഡിങ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റല്ലേ, 12750. ഇങ്ങനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സിൻ്റെ 51 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ആദ്യം നേരെ ഹാഫ് എടുക്കുക, 2 സീറോസ് ഇട്ട് കൊടുക്കുക, സെയിം നമ്പർ ഒരിക്കൽ കൂടെ എഴുതി കൊടുക്കുക, ആഡ് ചെയ്യുക, ആൻസറായി. ഇനി നമുക്ക് എങ്ങനെയാണ് ഓഡ് നമ്പേഴ്സിലോട്ട് ട്രിക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഒരു 251 എഴുതാം. 251 ഇൻറ്റു 51 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു നോക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ടു 250യുടെ ഹാഫ് എന്ന് പറയുന്നത് 125, 251ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം 125.5 അല്ലേ. അതാണല്ലോ നമ്മുടെ ഹാഫ് എന്ന് പറയുന്നത്. 125 125 250ആയി, 0.5 കൂടെ 1 ആയി. അപ്പോൾ 125.50. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവിടെ ചെയ്തതുപോലെ 2 സീറോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ 125, ഈ ഡെസിമൽ മാറും അല്ലേ, ഒരു 0 ഇടുമ്പോഴത്തേക്ക് ഈ ഡെസിമൽ മാറും, 5 പിന്നെ ഈ ഒരു 0. ഇതാണ് നമ്മുടെ ഇത്. ഇനി അടുത്തത് ഈ സെയിം നമ്പർ നമ്മളൊന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു, 251. അപ്പോൾ ഇനി നമുക്ക് നോക്കിയാലോ, 1, 5 + 5 10, 5 6 7 8 1 2. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റാണോ നോക്കാം. 251 ഇൻറ്റു 51, 1 ഇൻറ്റു 1, 1 ഇൻറ്റു 5, 1 ഇൻറ്റു 2, 1 ഇൻറ്റു 5, 5 ഇൻറ്റു 5 25, ബാലൻസ് 2, 5 ഇൻറ്റു 2 10, 10 പ്ലസ് 2 12. അപ്പോൾ 1, 5 + 5 10, 5 7 8 1 2. ഇതല്ലേ നമ്മുടെ ആൻസർ കിട്ടിയത്, 12801. അപ്പോൾ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മളെങ്ങനെയാണ് 51 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഹാഫ് തന്നെയാണ് എടുക്കേണ്ടത്. അതിനെ 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഡെസിമൽ ആണെങ്കിൽ അവിടെ ആ ഒരു ഡെസിമൽ മാറും. പിന്നെ അഡീഷണൽ ഇവിടെ ഒരു 0 ഉണ്ടല്ലോ, അതിവിടെ വരും. 1 2 5 ഇവിടെ വരെ എഴുതി. ഈ 0.5 എന്ന് പറയുന്നത് ഒരു 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാറി, പിന്നെ 5ഉം അഡീഷണൽ ഒരു 0 കൂടെ ഉണ്ട്. പിന്നെ സെയിം നമ്പർ 251 നമ്മൾ ആഡ് ചെയ്യുന്നു. നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 12801 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു. ഇനി ഇത് ആക്ച്വലി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ട്രിക്ക് അല്ലാതെ നമുക്ക് നോർമൽ മെത്തേഡിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു നോക്കാം. 250 ഇൻറ്റു 51. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ട്രിക്ക് ചെയ്തതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 250 ഇൻറ്റു ഈ 51നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, 50 + 1 എന്ന് നമുക്ക് എഴുതാം. അടുത്തത് ഈ 250 സെയിം നമ്പർ തന്നെയാണ്. ഈ 50ക്ക് പകരം നമുക്ക് 100/2 എന്ന് എഴുതുന്നതിൽ തെറ്റില്ലല്ലോ. 100/2 അതാണ് നമ്മുടെ 50 + 1. അപ്പോൾ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 250 ഇൻറ്റു ഈ 100/2, അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് A ഇൻറ്റു B + C.
ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി, അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അതുപോലെ 250 ഇൻറ്റു 100/2, 250 ഇൻറ്റു 100/2 ഒരു ടേമായി, പ്ലസ് ഈ പ്ലസ്സാണ് നമ്മളിവിടെ നിന്ന് എഴുതുന്നത് 250 ഇൻറ്റു 1 ഇതല്ലേ നമ്മൾ ചെയ്തത്. ആദ്യം ഈ 250 എന്ന് പറയുന്ന നമ്പറിൻ്റെ നേരെ ഹാഫ് എടുക്കുന്നു, എന്നിട്ട് 2 സീറോസ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എത്ര? ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 125. പിന്നെ എന്താണ്? 2 സീറോസ് ഇട്ട് കൊടുക്കുന്നു. പ്ലസ് സെയിം നമ്പറല്ലേ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യുന്നത്. പക്ഷേ നമ്മളല്ലാതെ ചെയ്താലും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒക്കെ യൂസ് ചെയ്ത് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈസി അല്ലേ? ഇതുപോലുള്ള മറ്റൊരു ട്രിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.